Dear students, we have been discussing about the multicollinearity problem that is affecting the analysis when we are doing with econometric application. So, multicollinearity is a limitation with respect to econometric analysis, or it is a drawback, or it is a problem, econometric problem when we are dealing with regression analysis. So, we have already explained the nature, causes as well as the consequences of multicollinearity problem. In this class, we are going to study how can we detect multicollinearity problem in a regression analysis or in an econometric analysis. So, let us look upon the different methods or different ways through which we can detect the multicollinearity problem in a regression analysis. So we have already explained that this multicollinearity is it is a question of degree and not of existence. Multicollinearity problem ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് പ്രാധാന്യമില്ല, അതിൻ്റെ ഡിഗ്രി എത്രമാത്രമാണ് അതിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പ്രസൻസ് ഓർ ആബ്സെൻസ് മനസ്സിലാക്കേണ്ട കാര്യമില്ല, പക്ഷെ അതിൻ്റെ വേരിയസ് ഡിഗ്രീസ് എത്രമാത്രം മൾട്ടിക്കോളിനിയാരിറ്റി പ്രശ്നം ഉണ്ട് അതാണ് ഇവിടെ പ്രാധാന്യമുള്ള കാര്യം. So rather than discussing the presence or absence of this problem, it is more practical or it is more wiser to discuss the existence, the degree of existence of this multicollinearity problem. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ മൾട്ടിക്കോളിനിയറി പ്രോബ്ലം ഒരു സാമ്പിൾ ഫിനോമിനൻ ആണ്. നോൺ എക്സ്പെരിമെൻ്റൽ ഡാറ്റ കളക്ഷൻ മെത്തേഡ് വഴിയും അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും വരാവുന്ന ഒരു സാമ്പിൾ ഫിനോമിനൻ പ്രോബ്ലമാണ് മൾട്ടിക്കോളിനിയാരിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ മെഷർ ചെയ്യാൻ സ്ട്രെങ്ത് മെഷർ ചെയ്യാനായിട്ട് ഒരു സിംഗിൾ മെത്തേഡ് ഇല്ല. പകരം വി ആർ ഫോളോയിങ് സം റൂൾ ഓഫ് തംസ്. പല റൂൾ ഓഫ് തമ്പുകളുടെ ബേസിസിലാണ് നമ്മളൊരു ഡിറ്റക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്. സോ ലെറ്റ് us ഡിസ്കസ് വിച്ച് ആർ ദ ഡിഫറെൻറ്റ് റൂൾസ് ഓഫ് തമ്പ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് ദ പ്രസൻസ് ഓഫ് മൾട്ടിക്കോളിനിയാരിറ്റി ഇൻ എ റിഗ്രഷൻ അനാലിസിസ്. ഫസ്റ്റ് ഇസ് high R square but few significant T ratio. In the consequences part, we have already explained this. The T ratio will be highly insignificant. At the same time, the R square value will be higher. അങ്ങനെ രണ്ട് കോൺസിക്വൻസസ് നമ്മൾ പറഞ്ഞിരുന്നു. ഈ രണ്ട് കോൺസിക്വൻസസിൻ്റെയും പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ മൾട്ടിക്കോളിനിയാരിറ്റി പ്രശ്നം ഉണ്ട്. R square is high. ആർ സ്ക്വയർ ഹൈ ആയിട്ടുള്ളത് നമ്മുടെ ഗുഡ്നെസ് ഓഫ് ഇറ്റിൻ്റെ ആർ സ്ക്വയർ വാല്യൂ ഹൈ ആണെങ്കിൽ എഫ് ടെസ്റ്റ് വിൽ റിജക്ട് ദ ഹൈപ്പോത്തസിസ് ദാറ്റ് പാർഷ്യൽ സ്ലോപ്പ് കോഎഫിഷ്യൻസ് ആർ സൈമിൾട്ടേനിയസ്ലി ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എഫ് ടെസ്റ്റ് നമ്മൾ ചെയ്യുവാണെങ്കിൽ ആർ സ്ക്വയർ ഹൈ വാല്യൂ ആണ്, അപ്പോൾ നമ്മൾ എഫ് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള റിസൾട്ട് എന്ന് പറയുന്നത് പാർഷ്യൽ സ്ലോപ്പ് കോഎഫിഷ്യൻ. മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലിലാണ് മൾട്ടിക്കോളിനിയാരിറ്റി ഉള്ളത്. അപ്പോൾ അവിടെ പല പാർഷ്യൽ സ്ലോപ്പ് കോഎഫിഷ്യൻസും ഉണ്ട്. β2 ഹാറ്റും β3 ഹാറ്റ് എന്ന് പറയുന്ന പല കോഎഫിഷ്യൻസും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന പാർഷ്യൽ സ്ലോപ്പ് കോഎഫിഷ്യൻറ്റ് സൈമിൾട്ടേനിയസ്ലി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ് നമ്മൾ റിജക്റ്റ് ചെയ്യും. എപ്പോൾ ആർ സ്ക്വയർ വാല്യൂ ഹൈ ആണെങ്കിൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻഡിവിജ്വൽ ടി ടെസ്റ്റ് വിൽ ഷോ ദാറ്റ് നൺ ഓർ വെരി ഫ്യൂ ആർ സ്റ്റാറ്റിസ്റ്റിക്കലി ഡിഫറെൻറ്റ് ഫ്രം 0. ടി ടെസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഈ പറയുന്ന പാർഷ്യൽ സ്ലോപ്പ് കോഎഫിഷ്യൻറ്റ് ആർ സ്റ്റാറ്റിസ്റ്റിക്കലി ഡിഫറെൻറ്റ് ഫ്രം 0 എന്നുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയൊരു കോൺട്രഡിക്ടറി റിസൾട്ടാണ്, കോൺട്രഡിക്ടറി സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നതെങ്കിൽ അവിടെ മൾട്ടിക്കോളിനിയാരിറ്റി പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ആർ സ്ക്വയറിൻ്റെ വാല്യൂ ഹൈയുമാണ്, അതേസമയം ടി വാല്യൂ ഇൻസിഗ്നിഫിക്കൻറ്റുമാണ്. അപ്പോൾ ഒരേ സമയം പാർഷ്യൽ സ്ലോപ്പ് കോഎഫിഷ്യൻറ്റ് ഈക്വൽ ടു 0 എന്നുള്ളത് റിജക്റ്റ് ചെയ്യപ്പെടാം, റിജക്റ്റ് ചെയ്യാതിരിക്കാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. അപ്പോൾ ആ ഒരു കോൺട്രഡിക്ഷൻ ആർ സ്ക്വയർ വാല്യൂ ഹൈയും ടി വാല്യൂ ഇൻസിഗ്നിഫിക്കൻറ്റും ആകുന്ന അവസ്ഥ വരുവാണെങ്കിൽ അതൊരു മെത്തേഡാണ് ഈ പറയുന്ന മൾട്ടിക്കോളിനിയാരിറ്റി പ്രശ്നത്തിൻ്റെ എക്സിസ്റ്റൻസ് ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ്. സെക്കൻഡ് ഇസ് ഹൈ പെയർ വൈസ് കോറിലേഷൻ എമംഗ് റിഗ്രസേഴ്സ്. റിഗ്രസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഇടയ്ക്ക് ഹൈ പെയർ വൈസ് കോറിലേഷൻ ഓർ 0 ഓർഡർ കോറിലേഷൻ ബിറ്റ്വീൻ ടു റിഗ്രസേഴ്സ് ഈസ് ഹൈ. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മൾട്ടിക്കോളിനിയാരിറ്റി സീരിയസ് പ്രോബ്ലം ഓഫ് മൾട്ടിക്കോളിനിയാരിറ്റി അവിടെ ഉണ്ട്. എപ്പോൾ 0 ഓർഡർ കോറിലേഷൻ കോയിഫിഷ്യൻ പല 2 റിഗ്രഷൻസ് നമ്മൾ എടുക്കുവാണ്. ഇപ്പോൾ x2 ഉണ്ട്, x3 ഉണ്ട്, x4 ഉണ്ട്, അങ്ങനെയുള്ള പല റിഗ്രസേഴ്സ് ഉണ്ട് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലിൽ. ഈ റിഗ്രസേഴ്സ് നമ്മൾ എടുത്തു കഴിയുമ്പം അവിടെ 0 ഓർഡർ കോറിലേഷൻ ഹൈ ആണെങ്കിൽ, ദാറ്റ് മീൻസ്
there is a relationship between these variables. അല്ലെ, ഇപ്പോൾ x2 x3 എടുത്തു, അവിടുത്തെ കോറിലേഷൻ ഹൈ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? x2 x3 തമ്മിൽ ഹൈലി റിലേറ്റഡ് ആണ്. സോ ദാറ്റ് ഈസ് എ സീരിയസ് പ്രോബ്ലം. അവിടെ മൾട്ടി കോളിനിയാരിറ്റി എന്ന് പറയുന്നത് ഒരു സീരിയസ് പ്രോബ്ലം ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ബട്ട് ദിസ് ഡസ് നോട്ട് പ്രൊവൈഡ് ആൻ ഇൻഫാലിയബിൾ ഗൈഡ് ടു ദ പ്രസൻസ് ഓഫ് മൾട്ടി കോളിനിയാരിറ്റി. അതായത് ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ അവിടെ മൾട്ടി കോളിനിയാരിറ്റി പ്രശ്നം ഉണ്ടെന്നുള്ളത് നിർബന്ധം ഇല്ല. അതൊരു ഉറപ്പായ മെത്തേഡ് അല്ല നമ്മളുടെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട്. കാരണം ഈവൻ ദോ സീറോ ഓർഡർ കോറിലേഷൻ ആർ കമ്പാരിറ്റീവ്ലി ലോ, ദിസ് മൾട്ടി കോളിനിയാരിറ്റി എക്സിസ്റ്റ്. അപ്പം ഈ ഒരു കോറിലേഷൻ മാത്രം നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം കോറിലേഷൻ മാത്രം നോക്കുമ്പോൾ ഒരു കോറിലേഷനും ഇല്ലെങ്കിലും അവിടെ മൾട്ടി കോളിനിയാരിറ്റി പ്രശ്നം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ കോറിലേഷൻ പ്രോബ്ലം അല്ലെങ്കിൽ കോറിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി കോറിലേഷൻ ഇല്ല, അപ്പോൾ അവിടെ മൾട്ടി കോളിനിയാരിറ്റി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കോറിലേഷൻ ഇല്ലെങ്കിലും ചിലപ്പം വേറെ പല കാരണങ്ങൾ കൊണ്ട് മൾട്ടി കോളിനിയാരിറ്റിയുടെ എക്സിസ്റ്റൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഹൈ ഓർഡർ കോറിലേഷൻ ആർ എ സഫീഷ്യൻറ്റ് ബട്ട് എ നോട്ട് എ നെസസറി കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ സെക്കൻഡ് കേസ് ഹൈ പെയർ വൈസ് കോറിലേഷൻ എന്ന് പറയുന്നത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ തന്നെയാണ്, പക്ഷെ അതൊരു നെസസറി കണ്ടീഷൻ അല്ല. ഈ ഒരു കണ്ടീഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല മൾട്ടി കോളിനിയാരിറ്റി ഉണ്ടാവാൻ. ബട്ട് ദിസ് ഈസ് എ ഡിറ്റക്ഷൻ മെത്തേഡ് ഫോർ ഡിറ്റക്ടിങ് ദ പ്രസൻസ് ഓഫ് മൾട്ടി കോളിനിയാരിറ്റി. തേർഡ് ഈസ് എക്സാമിനേഷൻ ഓഫ് പാർഷ്യൽ കോറിലേഷൻസ്. നമ്മുടെ പാർഷ്യൽ കോറിലേഷൻസ് ഉണ്ട്, കോറിലേഷൻ കോയിഫിഷ്യൻസ് ഉണ്ട്. ആ പാർഷ്യൽ കോറിലേഷൻസിനെ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും തരത്തിലുള്ള മൾട്ടി കോളിനിയാരിറ്റി പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാർഷ്യൽ കോറിലേഷൻസിൻ്റെ എക്സാമിനേഷൻ, ഈ ഒരു റൂൾ ഓഫ് തമ്പ് കൊണ്ടുവന്നത് ഫറർ ആൻഡ് ഗ്ലോബർ എന്ന് പറഞ്ഞ ഇക്കോണമിസ്റ്റുകളാണ്. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻ ദ റിഗ്രഷൻ ഓഫ് y ഓൺ x2 x3 x4, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അവിടെ നമ്മുടെ ഇക്വേഷനിൽ 3 എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് റിഗ്രസേഴ്സ് ഉണ്ട്, x2 x3 x4, y നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും. ഇനി നമ്മൾ ആർ സ്ക്വയർ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. 1 ഓൺ x2 x3 x4, അതാണ് ആർ സ്ക്വയർ 1 upon 2 3 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ y ഡിപ്പെൻഡിങ് അപ്പോൺ x2 x3 x4 ഈസ് വെരി ഹൈ. ബട്ട് ആർ സ്ക്വയർ, സ്മോൾ ലെറ്റർ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ സ്മോൾ ലെറ്റർ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഇൻഫ്ലുവൻസ് അപ്പോൺ x2 കീപ്പിംഗ് x3 ആൻഡ് x4 കോൺസ്റ്റൻറ്റ്. ഒരു ഇൻഡിവിജ്വൽ റിഗ്രസേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ സ്മോൾ ലെറ്റർ ആർ സ്ക്വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ കമ്പൈൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻ്റിലാണ് നമ്മൾ ഈ ഒരു കമ്പൈൻഡ് ആർ സ്ക്വയർ വാല്യൂ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ക്യാപിറ്റൽ ആർ സ്ക്വയർ മൾട്ടിപ്പിൾ റിഗ്രഷനിലോട്ട് വരുമ്പോഴത്തേക്ക് ആർ സ്ക്വയറിൻ്റെ വാല്യൂ ഹൈയും, സ്മോൾ ലെറ്റർ ആർ സ്ക്വയർ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ റിഗ്രസേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ആർ സ്ക്വയറിൻ്റെ വാല്യൂ ലോയും ആണെങ്കിൽ ഇറ്റ് സജസ്റ്റ് ദാറ്റ് x2 x3 ആൻഡ് x4 ആർ ഹൈലി ഇന്റർ കോറിലേറ്റഡ് ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി വേരിയബിൾ ഇസ് സൂപ്പർഫ്ലുവസ്. അതായത് സൂപ്പർഫ്ലുവസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ഉൾപ്പെടുത്തു പോലും ചെയ്യേണ്ട അല്ലെങ്കിൽ വളരെ ഹൈ ആയിട്ടുള്ള കോറിലേഷൻ കാണിക്കുന്ന വേരിയബിൾസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കണ്ടീഷൻ എന്താണ്? നമ്മൾ നമ്മുടെ പാർഷ്യൽ കോറിലേഷൻ കോയിഫിഷ്യൻസ് അല്ലെങ്കിൽ പാർഷ്യൽ കോയിഫിഷ്യൻസ് ടെസ്റ്റ് ചെയ്യുക, എക്സാമിൻ ചെയ്യുക. അപ്പോൾ x2 x3 x4 ഒക്കെ നമ്മുടെ പാർഷ്യൽ കോയിഫിഷ്യൻസ് ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ആർ സ്ക്വയർ വാല്യൂം കാണണം, ഇൻഡിവിജ്വൽ സ്മോൾ ആർ സ്ക്വയർ വാല്യൂം കാണണം. ക്യാപിറ്റൽ ആർ സ്ക്വയറിൻ്റെ വാല്യൂ ഹൈയും സ്മോൾ ആർ സ്ക്വയർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് നോക്കുമ്പോൾ വളരെ സ്മോളും ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ദർ ഇസ് ഹൈ കോറിലേഷൻ ബിറ്റ്വീൻ ഈ x2 x3 ആൻഡ് x4 വേരിയബിൾസ്. സോ ദാറ്റ് ഈസ് ദ തേർഡ് മെത്തേഡ് ഫോർ ഡിറ്റക്ടിങ് മൾട്ടികോളിനിയാരിറ്റി. ദെൻ ഫോർത്ത് ഈസ് ഓക്സിലറി റിഗ്രഷൻ. ഓക്കെ, ഓക്സിലറി എന്നുള്ള ടേമിന് തന്നെ നമുക്കറിയാം ഒരു സപ്പോർട്ടിങ് എന്നുള്ള ഒരു അർത്ഥമാണ് ഓക്സിലറിക്കുള്ളത് അല്ലേ. സോ ഹിയർ വി റിഗ്രസ് ഈച്ച് xi ഓൺ ദ റിമൈനിങ് x വേരിയബിൾസ്. അപ്പം x2 ഉണ്ട്, x3 ഉണ്ട്, x4 ഉണ്ടെങ്കിൽ ഓരോ x വേരിയബിളിനെയും മറ്റ് വേരിയബിൾസുമായിട്ട് റിഗ്രസ് ചെയ്യും. ഇപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ x2 ഉണ്ട്, x3 ഉണ്ട്, x4 ഉണ്ട്. x2നെ x3 x4ഉം വെച്ച് റിഗ്രസ് ചെയ്യും, x3നെ x2ഉം x4ഉം വെച്ച് റിഗ്രസ് ചെയ്യും, x4നെ x2ഉം x3ഉം വെച്ച് റിഗ്രസ് ചെയ്യും. അപ്പോൾ ഓരോ റിഗ്രസറും മറ്റ് റിഗ്രസേഴ്സുമായിട്ട് മറ്റ് എക്സ് വേരിയബിൾസുമായിട്ട് റിഗ്രസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആർ സ്ക്വയർ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ x2നെ x3ഉം x4ഉം വെച്ച് റിഗ്രസ് ചെയ്യുന്നു, x3നെ x2ഉം x4ഉം വെച്ച് റിഗ്രസ് ചെയ്യുന്നു. അപ്പോൾ ഓരോ എക്സ് വാല്യൂവിനെയും അല്ല എക്സ് വേരിയബിളിനെയും മറ്റ് എക്സ് വേരിയബിൾസുമായിട്ട് നമ്മൾ റിഗ്രസ് ചെയ്യുകയും
അങ്ങനെ റിഗ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആർ സ്ക്വയർ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. ആർ സ്ക്വയർ നമ്മൾ ഡെസിഗ്നേറ്റ്, ആർ ഐ എന്ന് പറയുന്ന ഓരോ ആർ സ്ക്വയർ വാല്യൂവിനെയും നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്തു. ഇനി ആ ഓരോ റിഗ്രഷനും പറയുന്ന പേരാണ് ഓക്സിലറി റിഗ്രഷൻ. ദാറ്റ് ഈസ് റിഗ്രസിങ് ഈച്ച് എക്സ് ഐ ഓൺ റിമൈനിങ് എക്സ് വേരിയബിൾസ്. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഒന്നും എടുക്കുന്നില്ല, നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് മാത്രം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെയും റിഗ്രസ് ചെയ്ത് നോക്കുന്നു. അങ്ങനെ നോക്കുന്നതിന് പറയുന്നതാണ് ഓക്സിലറി റിഗ്രഷൻ. അതായത് ഓക്സിലറി ടു ദ മെയിൻ റിഗ്രഷൻ. മെയിൻ റിഗ്രഷൻ എന്താണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ y ഓൺ x2, x3, x4 എന്ന് പറയുന്നതാണ് മെയിൻ റിഗ്രഷൻ. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മറ്റൊരു റിഗ്രഷൻ, ഒരു പകരം റിഗ്രഷനാണ് ഓക്സിലറി റിഗ്രഷൻ. എന്നിട്ട് നമുക്ക് എഫും ആർ സ്ക്വയറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ എഫ് വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ മൈനസ് 2 ബൈ 1 മൈനസ് ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് കെ പ്ലസ് 1. ഈ ഒരു ഫോർമുല ഇറ്റ് ഫോളോസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. കെ മൈനസ് 2ഉം എൻ മൈനസ് കെ പ്ലസ് 1ഉം ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ എഫ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഓക്സിലറി റിഗ്രഷൻ ഫൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ. ഇവിടെ എൻ എന്ന് പറയുന്നത് നമുക്കറിയാം സാമ്പിൾ സൈസ്, കെ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്, നമ്പർ ഓഫ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്, പിന്നെ ആർ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ ഇൻ ദ റിഗ്രഷൻ ഓഫ് എക്സ് ഐ ഓൺ റിമൈനിങ് എക്സ് വേരിയബിൾസ്, x2, x3, x4 അപ് ടു എക്സ് കെ വരെയുള്ള എക്സ് വേരിയബിൾസിൽ റിഗ്രഷൻ ചെയ്യുന്നതിനെയാണ് ആർ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി, അത് എഫ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. അപ്പോൾ നമുക്കൊരു എഫ് വാല്യൂ കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിച്ച എഫ് വാല്യൂ, ദാറ്റ് ഈസ് ഇഫ് ദ കമ്പ്യൂട്ടഡ് എഫ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ എഫ് വാല്യൂ അറ്റ് ദ ചൂസൺ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അതായത് ടേബിൾ വാല്യൂ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും. നമുക്ക് കിട്ടിയ എഫ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാളും ഹയർ ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ എക്സ് ഐ ഈസ് കോളീനിയർ വിത്ത് അതർ എക്സസ്, അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് കോളീനിയർ. അപ്പോൾ ഇത്രയാണ് കാര്യം. നമ്മൾ ഓക്സിലറി റിഗ്രഷൻ നടത്തുന്നു. ഓക്സിലറി റിഗ്രഷൻ നടത്തിയിട്ട് നമുക്ക് ഈ ആർ സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടും. ആർ സ്ക്വയറിൻ്റെ വാല്യൂ വെച്ച് എഫും ആർ സ്ക്വയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുകയും ഒരു എഫിനൊരു വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും, എഫ് ടെസ്റ്റിനൊരു വാല്യൂ. ആ കിട്ടുന്ന വാല്യൂ നമ്മൾ ടേബിൾ, എഫിനൊരു ടേബിൾ വാല്യൂ ഉണ്ട്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, ചൂസൺ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ നമ്മളുടെ ടേബിൾ വാല്യൂ നമുക്കുണ്ട്. ആ ടേബിൾ വാല്യൂ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത എഫ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാളും ഹയർ ആണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഈസ് കോലീനിയാരിറ്റി. എക്സ് വേരിയബിൾസ് തമ്മിൽ കോളീനിയാരിറ്റി ഉണ്ട്, ഇല്ലെങ്കിൽ കോളീനിയാരിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ എഫ് ടെസ്റ്റ് ഉപയോഗിച്ച് എഫിനൊരു വാല്യൂ കണ്ടുപിടിക്കുകയും അതിനെ ടേബിൾ വാല്യൂ വെച്ച് കമ്പയർ ചെയ്യുകയും അങ്ങനെ കിട്ടുന്ന ടേബിൾ വാല്യൂവിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ മൾട്ടി കോളിനിയാരിറ്റി പ്രശ്നം ഉണ്ട്. അതാണ് നാലാമത്തെ ഡിറ്റക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്, എന്ത്? ഓക്സിലറി റിഗ്രഷൻ. ഓക്കെ. ഫിഫ്ത്ത് ഈസ് ക്ലീൻസ് മെഷർ. So Clean's measure means multicollinearity may be a problem only if R square obtained from auxiliary regression is greater than the overall R square. അപ്പം ക്ലീൻസ് മെഷർ പറഞ്ഞ ഇതാണ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഓക്സിലറി റിഗ്രഷനിൽ നമ്മളൊരു ആർ സ്ക്വയർ, ക്യാപിറ്റൽ ആർ സ്ക്വയർ കണ്ടുപിടിച്ചായിരുന്നു. ആ ഓക്സിലറി റിഗ്രഷനിൽ നമുക്ക് കിട്ടിയ ആർ സ്ക്വയർ നമ്മുടെ ഓവറോൾ ആർ സ്ക്വയർ വാല്യൂ ഉണ്ടല്ലോ, വൈ ഓൺ എക്സ് വേരിയബിൾസ്, നമ്മുടെ നോർമൽ റിഗ്രഷൻ ആർ സ്ക്വയർ ആ വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ ഓക്സിലറി റിഗ്രഷനിൽ നമുക്ക് കിട്ടിയ ആർ സ്ക്വയർ നോർമൽ ആയിട്ടുള്ള റിഗ്രഷൻ ഓഫ് വൈ ഓൺ എക്സ് വേരിയബിൾസ് എന്നുള്ള സാധാരണ റിഗ്രഷനിൽ നമുക്ക് കിട്ടുന്ന ആർ സ്ക്വയർ വാല്യൂവിനേക്കാളും ഹയർ ആണെങ്കിൽ അവിടെ മൾട്ടി കോളിനിയാരിറ്റി ഉണ്ട്. അതാണ് ക്ലീൻസ് മെഷർ പറയുന്നത്, റിലേറ്റഡ് ടു ഓക്സിലറി റിഗ്രഷൻ ഇറ്റ് സെൽഫ്. ദെൻ ഏജന്റ് വാല്യൂ ആൻഡ് കണ്ടീഷൻ ഇൻഡെക്സ്, ദാറ്റ് ഈസ് അനദർ മെത്തേഡ് ഫോർ ഡിറ്റക്ഷൻ. ഏജന്റ് വാല്യൂ ഓർ കണ്ടീഷൻ ഇൻഡെക്സ്, അപ്പം ഏജന്റ് വാല്യൂ കണ്ടീഷൻ ഇൻഡെക്സ് ഒക്കെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പം വ്യൂസ്, സ്റ്റാറ്റ എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നമുക്ക് ഏജന്റ് വാല്യൂ കണ്ടീഷൻ ഇൻഡെക്സും ഒക്കെ കണ്ടുപിടിക്കാം. എന്നിട്ട് ഈ ഏജന്റ് വാല്യൂ കണ്ടീഷൻ ഇൻഡെക്സിൻ്റെയും ഒക്കെ വാല്യൂ എത്രയാണെന്ന് നോക്കിയിട്ട് നമുക്ക് മൾട്ടി കോളിനിയാരിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് പറയാനായിട്ട് പറ്റും. ഇനി ഈ പറയുന്ന ഏജന്റ് വാല്യൂസ്, അപ്പം നമുക്ക് ഏജന്റ് വാല്യൂ നമുക്ക് ഈസി ആയിട്ട് സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഈ കിട്ടുന്ന ഏജന്റ് വാല്യൂസ് വെച്ച് നമ്മളൊരു കണ്ടീഷൻ നമ്പർ ഡിഫൈൻ ചെയ്യുവാണ്. കെ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്പർ നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്, വിച്ച് ഈസ് ഈക്വൽ ടു മാക്സിമം ഏജന്റ് വാല്യൂ ബൈ മിനിമം ഏജന്റ് വാല്യൂ. ഇപ്പം നമ്മൾ ഏജന്റ് വാല്യൂ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്, ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഏജന്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് കിട്ടിയ ഏജന്റ് വാല്യൂവിൽ മാക്സിമം ഏജന്റ് വാല്യൂ ഡിവൈഡ് ബൈ മിനിമം ഏജന്റ് വാല്യൂ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻഡെക്സ് കിട്ടും. അതിനെ നമ്മൾ കണ്ടീഷൻ നമ്പർ എന്ന് പറഞ്ഞ് കെ എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തു. കെ എന്ന് പറയുന്ന കണ്ടീഷൻ നമ്പറാണിത്.
ഇനി കണ്ടീഷൻ ഇൻഡെക്സ് ഇസ് ഡിഫൈൻഡ് ആസ് റൂട്ട് ഓഫ് ദിസ് കെ. റൂട്ട് ഓഫ് കെ ആണ് കണ്ടീഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഇൻഡെക്സ് ഫോർമുലേറ്റ് ചെയ്തു. റൂട്ട് ഓഫ് മാക്സിമം ഏജന്റ് വാല്യൂ ബൈ മിനിമം ഏജന്റ് വാല്യൂ, അതാണ് CI അല്ലെങ്കിൽ കണ്ടീഷൻ ഇൻഡെക്സ്. ഇനി ഇവിടുത്തെ റൂൾ ഇതാണ്, നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ ഇൻഡെക്സ്, ഈ റൂട്ട് കെ എന്ന് പറയുന്ന കണ്ടീഷൻ ഇൻഡെക്സ് 10നും 30നും ഇടയ്ക്കാണെങ്കിൽ അതിൻ്റെ വാല്യൂ, കണ്ടീഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ 10നും 30നും ഇടയ്ക്കാണെങ്കിൽ മോഡറേറ്റ് ടു സ്ട്രോങ് മൾട്ടികോളിനിയാരിറ്റി അവിടെ ഉണ്ട്. അതായത് 10ഒക്കെ ആണെങ്കിൽ മോഡറേറ്റ് ആയിരിക്കും, 30നോട് അടുക്കുന്ന അനുസരിച്ച് സ്ട്രോങ് മൾട്ടികോളിനിയാരിറ്റി അവിടെ ഉണ്ട്. ഇനി 30നും മേലെ ആണെങ്കിൽ ഹൈ വളരെ സിവിയർ ആയിട്ടുള്ള മൾട്ടികോളിനിയാരിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഏജന്റ് വാല്യൂ ആൻഡ് കണ്ടീഷൻ ഇൻഡെക്സ്. ദാറ്റ് ഈസ് നമ്മൾ കണ്ടീഷൻ ഇൻഡെക്സ് മാക്സിമം ഏജന്റ് വാല്യൂ ബൈ മിനിമം ഏജന്റ് വാല്യൂവിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ കണ്ടീഷൻ ഇൻഡെക്സ് കിട്ടും. ആ കണ്ടീഷൻ ഇൻഡെക്സ് 10നും 30നും ഇടയ്ക്കാണെങ്കിൽ മോഡറേറ്റ് ടു സ്ട്രോങ് സിറ്റുവേഷനും, 30നേക്കാൾ കൂടുതലാണ് വാല്യൂ എങ്കിൽ ഹൈ മൾട്ടികോളിനിയാരിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഏജന്റ് വാല്യൂ അല്ലെങ്കിൽ കണ്ടീഷൻ ഇൻഡെക്സ് ഉപയോഗിച്ച് നമുക്ക് മൾട്ടികോളിനിയാരിറ്റിയുടെ ഡിറ്റക്ഷൻ കണ്ടുപിടിക്കാം. 7th is tolerance and variance inflation factor. അത് മറ്റൊരു ഡിറ്റക്ഷൻ മെത്തേഡാണ്. ഇപ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ വേരിയൻസിൻ്റെയും കോവേരിയൻസിൻ്റെയും വാല്യൂ ആണ്. ദ സ്പീഡ് വിത്ത് വിച്ച് വേരിയൻസ് ആൻഡ് കോവേരിയൻസ് ഇൻക്രീസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടർ. അപ്പോൾ വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്നത് വേരിയൻസിൻ്റെയും കോവേരിയൻസിൻ്റെയും ഇൻക്രീസിൻ്റെ സ്പീഡ്, എത്ര പെട്ടെന്നാണ് വേരിയൻസും കോവേരിയൻസും ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടർ. ആ പേര് തന്നെ എന്താണ്? വേരിയൻസ് ഇൻഫ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസിങ്. അപ്പോൾ വേരിയൻസ് ഇൻക്രീസ് ചെയ്യുന്ന സ്പീഡ് അനുസരിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് വേരിയൻസ് ഇൻഫ്ലേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, 1/1 - R². R² എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓക്സിലറി റിഗ്രഷൻ്റെ R² ആണ്. ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞ ഓക്സിലറി റിഗ്രഷൻ കേസ്, അതായത് എക്സ് വേരിയബിൾസ് മറ്റ് എക്സ് വേരിയബിൾസിൽ റിഗ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന R², അതാണ് ഓക്സിലറി R² വാല്യൂ. ഓക്കെ, അപ്പോൾ ആ R² ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 1 - R² ആണ് വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് VIF ഷോസ് ഹൗ വേരിയൻസ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് മൾട്ടികോളിനിയാരിറ്റി. മൾട്ടികോളിനിയാരിറ്റിയുടെ പ്രസൻസ് കൊണ്ട് എത്രമാത്രം വേരിയൻസ് അഫക്റ്റഡ് ആയി എന്നുള്ളതാണ് നമ്മൾ ഈ VIF വഴി കണ്ടുപിടിക്കുന്നത്. ഇനി ഇവിടുത്തെ റൂൾ ഓഫ് തമ്പ് ഇതാണ്, ഈ VIF വേരിയൻസ് ഇൻഫ്ലേറ്റിംഗ് ഫാക്ടർ 10നേക്കാളും കൂടുതലാണെങ്കിൽ ഹൈലി കോളീനിയറിറ്റി അവിടെ ഉണ്ട്. 10നേക്കാളും കൂടുതൽ വരണമെങ്കിൽ R²ൻ്റെ വാല്യൂ 90നേക്കാളും കൂടുതലാവണം. R² വളരെ ഹൈ ആയിരിക്കും. R² വാല്യൂ 90നേക്കാളും മേലെയാണെങ്കിൽ വേരിയൻസ് ഇൻഫ്ലേറ്റിംഗ് ഫാക്ടർ 10ൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ വേരിയൻസ് ഇൻഫ്ലേറ്റിംഗ് ഫാക്ടർ 10നെക്കാളും ഗ്രേറ്റർ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ ഹൈ കോളീനിയാരിറ്റി ആയിരിക്കും. ഇനി ഈ ഒരു വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടറിനോട് ചേർന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് മെഷർ ഓഫ് ടോളറൻസ്. TOL എന്ന് കണ്ടോ? മെഷർ ഓഫ് ടോളറൻസ് മൾട്ടികോളിനിയാരിറ്റി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടറിനോട് ചേർന്ന് ഉപയോഗിക്കുന്ന മറ്റൊരു കോൺസെപ്റ്റാണ്. സോ ടോളറൻസ് എന്ന് പറയുന്നത് വേരിയൻസ് ഇൻഫ്ലേറ്റിംഗ് ഫാക്ടറിൻ്റെ ജസ്റ്റ് ഇൻവേഴ്സ് ആണ്. 1 - ഇവിടെ നോക്കിയേ, 1/1 - RI² ആണ് VIF. ഇത് തിരിച്ചിട്ടാലോ 1 - RI² എന്ന് വരും. അതാണ് ടോളറൻസ്. സോ 1 - RI² ഓർ 1/VIF വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടറിൻ്റെ നേരെ ഇൻവേഴ്സ് ആണ് ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ടോളറൻസ് 1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ RI² 1 ആയാൽ 0 ആയിരിക്കും. അപ്പം 1 - 0 1 വരും. അപ്പോൾ ടോളറൻസിൻ്റെ വാല്യൂ 1 വന്നാൽ XI ഈസ് നോട്ട് കോറിലേറ്റ്, അവിടെ ഒരു കോറിലേഷനും ഇല്ല. അതേസമയം ടോളറൻസിൻ്റെ വാല്യൂ 0 വരണമെങ്കിലോ R² ഹൈ ആയിട്ട് 1-ലെത്തും. അപ്പോൾ R² 1 ആയി കഴിയുമ്പോൾ ടോളറൻസ് 0 ആകും. അവിടെ പെർഫെക്റ്റ് കോളിനിയാരിറ്റി ആണുള്ളത്, അപ്പോൾ ഹൈ മൾട്ടികോളിനിയാരിറ്റി ആണ് ഉള്ളത്. അപ്പോൾ വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടറും ടോളറൻസും നമ്മൾ മൾട്ടികോളിനിയാരിറ്റി ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ആൻഡ് ദ ലാസ്റ്റ് മെത്തേഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് ഓർ ഡിറ്റക്ടിങ് ദ പ്രസൻസ് ഓഫ് മൾട്ടികോളിനിയാരിറ്റി ഈസ് സ്കാറ്റർ പ്ലോട്ട്. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വേരിയബിൾസ്, നമ്മുടെ റിഗ്രഷൻ മോഡലിൽ നമ്മൾ ഉപയോഗിച്ച പല വേരിയബിൾസ് നമ്മൾ ജസ്റ്റ് സ്കാറ്റർ പ്ലോട്ട് ചെയ്ത് നോക്കും ഒരു ഗ്രാഫിൽ. അപ്പോൾ നമുക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം റിലേഷൻ ഉണ്ടോ ഇല്ലയോ, എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ, പോസിറ്റീവോ നെഗറ്റീവോ എന്തെങ്കിലും റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എക്സ് വേരിയബിൾസ് തമ്മിൽ റിലേറ്റഡ് ആണ്, അവിടെ മൾട്ടികോളിനിയാരിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഒബ്സർവേഷനിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്കാറ്റർ പ്ലോട്ട്. ജസ്റ്റ് വി ആർ സ്കാറ്ററിങ് ദ
വാല്യൂസ് ഓഫ് ദി വേരിയബിൾസ്, എന്നിട്ട് നമ്മൾ നോക്കുന്നു എങ്ങനെയാണ് വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ടോ എന്ന്. സോ ദീസ് ആർ ദ വേരിയസ് മെത്തേഡ്സ് ബൈ വിച്ച് വി ക്യാൻ ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് മൾട്ടികോളിനിയറിറ്റി. താങ്ക് യു.